നമ്മളിൽ പലരും ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും. പലർക്കും വിഷ് ലിസ്റ്റ് തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നടപ്പിലാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്നവർ. അതേപോലെ എനിക്കുമുണ്ട് ഒരു വിഷ് ലിസ്റ്റ് കേട്ടോ. അതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്. അതിലൊരാഗ്രഹം സഫലമാക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ. പക്ഷേ ഈ ഒരു ആഗ്രഹം കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതൊക്കെ ഒരു ആഗ്രഹമാണോ എന്നുള്ളത്. പക്ഷെ ചെറിയ കാര്യത്തിൽ വലിയ രീതിയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പാർലറിലേക്ക് വന്ന് ഐബ്രോസും ചെയ്തു, അതേപോലെ ഫുൾ ഹാൻഡ് വാക്സും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പാർലറിൽ എത്തിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പാക്കേജും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അതിനുശേഷം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എൻ്റെ ആ ഒരു ആഗ്രഹം ഇന്ന് പൂർത്തിയാക്കിക്കൂടാ. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ പോവുകയാണ്. വേറൊന്നല്ല കേട്ടോ, നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡിങ് ആയ സമയത്ത്, അതായത് നെയിൽ എക്സ്റ്റൻഷൻ ട്രെൻഡിങ് ആയ സമയം മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഇത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അത് ഞാൻ നടപ്പിലാക്കി ഗൈസ്. ഇത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും മോളെ വേറെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അത് ആഗ്രഹിച്ചുകൂടായിരുന്നു എന്ന്. പക്ഷെ ഞാൻ കാര്യം പറ്റും, നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു പ്രായത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചിലപ്പോൾ കുഴിയിലേക്ക് കാലെടുത്ത് വെക്കണ സമയത്തായിരിക്കും ഓഹ് ആ പ്രായത്തിൽ അത് ചെയ്യായിരുന്നു എന്ന്. പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ലല്ലോ. സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അതേപോലെ നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം തേടി പോവാതെ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും. അതേപോലെ പലർക്കും ചിലപ്പോൾ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടാവും. ഏത് തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവരായാലും അത് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കിനി അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാട്ടെ ഇത് കണ്ടിട്ട്. ഇത് വെച്ചേക്കണതാണോ നഖം? അതിനുണ്ട് നന്നായിട്ടുണ്ട്, ഒറിജിനാലിറ്റി ഉണ്ട്. നല്ല രസമില്ലേ? പോടന്ന് നന്നായിട്ടുണ്ട്, ഒറിജിനൽ പോലെ. കളർ എങ്ങനെയുണ്ട്? അത് നമുക്ക് എയർ അനുസരിച്ചിരിക്കണം പറഞ്ഞേ. അവര് പറഞ്ഞു അടുക്കളയിലൊക്കെ കയറി എപ്പോഴും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് പോരുന്നാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് കുളി തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കണേ. എന്തായാലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു സംഭവമായിരുന്നു ഇത്. അങ്ങനെ ഞാനത് സാധിച്ചു. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നഖം കാണിച്ചിട്ടുള്ള കുറച്ച് പട്ടിഷവാവാം. അതിൻ്റെ ഇടയിൽ അവള് വാച്ച് നോക്കട്ടെ. കൊള്ളാം. എന്തായാലും ഇതിൻ്റെ അത്ര വരില്ല. ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയണേ.